കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അന്നേരം സ്റ്റോർ എനർജി ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കപ്പാസിറ്റർ. കൺസിസ്റ്റ് ഓഫ് 2 കണ്ടക്ടിങ് പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ നോൺ ആസ് ഡൈഇലക്ട്രിക്. കപ്പാസിറ്ററിനകത്ത് മെയിനായിട്ടും 2 കണ്ടക്ടിങ് പ്ലേറ്റ്സ് കാണും. ആ 2 കണ്ടക്ടിങ് പ്ലേറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കാണും. ആ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് പറയുന്ന പേരാണ് ഡൈഇലക്ട്രിക്. ഇനി കപ്പാസിറ്റൻസ് ഇസ് ദ മെഷർ ഓഫ് കപ്പാസിറ്റേഴ്സ് എബിലിറ്റി ടു സ്റ്റോർ ചാർജ്. കപ്പാസിറ്ററിൻ്റെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡാണ്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആവാം അല്ലെങ്കിൽ വേരിയബിൾ ആവാം. കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഫിക്സഡ് ആവാം അല്ലെങ്കിൽ വേരിയബിൾ ആവാം. അടുത്തത് നമുക്ക് ഫിക്സഡ് കപ്പാസിറ്റർ എന്താണെന്ന് നോക്കാം. ഫിക്സഡ് കപ്പാസിറ്ററിൽ കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കപ്പാസിറ്റർ വാല്യൂ ഈസ് ഫിക്സഡ്. ദ ഡൈഇലക്ട്രിക് പെർമനൻ്റ്ലി കെപ്റ്റ് ഇൻ ബിറ്റ്വീൻ 2 ഫിക്സഡ് പ്ലേറ്റ്സ്. എന്ന് വെച്ചാൽ 2 ഫിക്സഡ് പ്ലേറ്റിൻ്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഡൈഇലക്ട്രിക് പെർമനൻ്റ് ആയിട്ടാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അന്നേരം എക്സാമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഫിക്സഡ് കപ്പാസിറ്റേഴ്സിന് എക്സാമ്പിൾസാണ് മൈക്ക, സെറാമിക് കപ്പാസിറ്റർ, പേപ്പർ കപ്പാസിറ്റർ, ഇലക്ട്രോലൈറ്റിക്. ഇതെല്ലാം ഫിക്സഡ് കപ്പാസിറ്റേഴ്സിന് എക്സാമ്പിൾസാണ്. അന്നേരം ഇനി നമുക്ക് ഫിക്സഡ് കപ്പാസിറ്ററിൽ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് പേപ്പർ കപ്പാസിറ്റർ. പേപ്പർ കപ്പാസിറ്ററിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ടിഷ്യൂ അല്ലെങ്കിൽ സെല്ലുലോസ് പേപ്പർ കാൾഡ് ക്രാഫ്റ്റ് പേപ്പർ. ടിഷ്യൂ അല്ലെങ്കിൽ സെല്ലുലോസ് പേപ്പർ, ഒരു ക്രാഫ്റ്റ് പേപ്പർ എന്ന് പറയുന്ന ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ സെല്ലുലോസ് പേപ്പറാണ് നമ്മൾ ഏതിനകത്ത് യൂസ് ചെയ്യുന്നത്, പേപ്പർ കപ്പാസിറ്ററിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ക്രാഫ്റ്റ് പേപ്പർ ഈ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 അലൂമിനിയം ഫോയിൽസ്. 2 അലൂമിനിയം ഫോയിൽസിൻ്റെ ഇടയിലാണ് ഈ ക്രാഫ്റ്റ് പേപ്പർ നമ്മൾ സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നത്. വിച്ച് ആക്ട്സ് ആസ് എ കണ്ടക്റ്റീവ് പാരലൽ പ്ലേറ്റ്. പിന്നെ ഈ എൻ്റയർ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ ഫോമിലായിരിക്കും നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത്. ഇനി എക്സ്റ്റേണൽ കണക്ഷൻസ് ഇതിൻ്റെ 2 അലൂമിനിയം ഫോയിൽസിൽ നിന്നും എടുക്കും. ഈ മൊത്തം യൂണിറ്റിനെയും വാക്സ് കോട്ടിംഗ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ചീപ്പാണ്, റെഡിലി അവൈലബിൾ ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ്. ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ വിത്ത്സ്റ്റാൻഡ് ഹൈ വോൾട്ടേജസ്. അന്നേരം അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്: ചീപ്പ്, റെഡിലി അവൈലബിൾ ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ്, വിത്ത്സ്റ്റാൻഡ് ഹൈ വോൾട്ടേജസ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബൾക്കിയാണ്, പുവർ ഹൈ ഫ്രീക്വൻസി ക്യാരക്ടറിസ്റ്റിക്സ്. ഹൈ ഫ്രീക്വൻസിയിൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പുവറാണ്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഒരു പേപ്പർ കപ്പാസിറ്റർ ഇരിക്കുന്നത്. അടുത്ത ടൈപ്പ് ഫിക്സഡ് കപ്പാസിറ്ററാണ് മൈക്ക കപ്പാസിറ്റേഴ്സ്. അന്നേരം ഇതിനകത്തും പ്ലേറ്റ്സ് അലൂമിനിയം ഫോയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മൈക്ക ഷീറ്റ് വെച്ചിട്ടായിരിക്കും. ഈ അലൂമിനിയം ഫോയിൽ പ്ലേറ്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലേറ്റ്സ് 2 ഇലക്ട്രോഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എക്സലൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അണ്ടർ സ്ട്രെസ് ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻ ആൻഡ് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ. ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷനിലും അതേപോലെ ടെമ്പറേച്ചർ വേരിയേഷനിലും എല്ലാം ഇത് നല്ല ക്യാരക്ടറിസ്റ്റിക്സ് തരും. എന്ന് വെച്ചാൽ നല്ല പോലെ ഇത് ബിഹേവ് ചെയ്യും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഗുഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത്, ഓപ്പറേറ്റഡ് ടു ടെമ്പറേച്ചർ ആസ് ഹൈ ആസ് 900 ഡിഗ്രി സെൽഷ്യസ്. ഇനി അതേപോലെ വിസ്റ്റാൻഡ് വെരി ഹൈ വോൾട്ടേജസ്, സ്യൂട്ടബിൾ ഫോർ വെരി ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷൻ, വെരി ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. അന്നേരം ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷന് ഇത് യൂസ് ചെയ്യാം. അതേപോലെ വെരി ഹൈ വോൾട്ടേജിൽ നമുക്കിത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. വെരി ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. ഗുഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ട്. എല്ലാം നല്ല ഫീച്ചേഴ്സാണ് മൈക്ക കപ്പാസിറ്ററിന് ഉള്ളത്. ഇനി അടുത്തത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. മൈക്ക കപ്പാസിറ്ററിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. മൈക്ക ഈസ് എ നാച്ചുറൽ മിനറൽ. ദ സോഴ്സ് വിൽ ഡിപ്ലീറ്റഡ് ആസ് ഇയേഴ്സ് പാസ്ഡ് ഓൺ. മൈക്ക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ മിനറലാണ്. അന്നേരം അത് നമുക്ക് വർഷം കഴിയുന്തോറും അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് കുറഞ്ഞ് വരികയാണ്. ഇനി അടുത്ത ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് സിൽവർ മൈഗ്രേഷൻ ഒക്കേസ് അണ്ടർ ഹൈ DC വോൾട്ടേജസ്, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ഹ്യൂമിഡിറ്റി. അന്നേരം ഇവിടെ സിൽവർ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. അത് ഉണ്ടാകുന്നത് ഹൈ DC വോൾട്ടേജിലും ഹൈ ടെമ്പറേച്ചറിലും ഹൈ ഹ്യൂമിഡിറ്റിയിലും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്
as high voltage capacitors in low frequency power application. ലോ ഫ്രീക്വൻസി പവർ ആപ്ലിക്കേഷനിൽ ഹൈ വോൾട്ടേജ് കപ്പാസിറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് മൈക്ക കപ്പാസിറ്ററാണ്. ഇനി ആസ് ഹൈ വോൾട്ടേജ് ആർ എഫ് കപ്പാസിറ്റേഴ്സ്, ഇത് ഹൈ വോൾട്ടേജ് ആർ എഫ് കപ്പാസിറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഹൈ വോൾട്ടേജ് ട്രാൻസ്മിറ്റർ കപ്പാസിറ്റേഴ്സ് ആയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അന്നേരം ആപ്ലിക്കേഷൻ ഒന്നുകൂടെ പറയാം. എന്താണ്? ലോ ഫ്രീക്വൻസി പവർ ആപ്ലിക്കേഷനിൽ ഹൈ വോൾട്ടേജ് കപ്പാസിറ്ററായിട്ട് യൂസ് ചെയ്യുന്നു, ഹൈ വോൾട്ടേജ് ആർ എഫ് കപ്പാസിറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഹൈ വോൾട്ടേജ് ട്രാൻസ്മിറ്റർ കപ്പാസിറ്ററായിട്ടും മൈക്ക കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? മൈക്ക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ മിനറലാണ്, അതുകൊണ്ട് അത് ഡിപ്ലീറ്റ് ആയി പോകും. പിന്നെ സിൽവർ മൈഗ്രേഷൻ ഹൈ വോൾട്ടേജിൽ, ഹൈ ടെമ്പറേച്ചറിൽ, ഹൈ ഹ്യൂമിഡിറ്റിയിലും ഒക്കർ ചെയ്യുന്നു. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി അടുത്ത ടൈപ്പ് കപ്പാസിറ്റേഴ്സാണ് സെറാമിക് കപ്പാസിറ്റേഴ്സ്. ഇത് പല ഷേപ്പിലും പല സൈസിലും എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന, നമ്മളെ ലാബിലെല്ലാം ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന രണ്ട് കപ്പാസിറ്റേഴ്സിലൊന്നാണ് സെറാമിക്, മറ്റൊന്ന് ഇലക്ട്രോലിറ്റിക് ആണ്. അന്നേരം സെറാമിക് എന്ന് പറയുന്നത് എ സെറാമിക് ഡിസ്ക് ഈസ് കോട്ടഡ് ഓൺ two sides with metal such as copper or silver. This coating act as two plates. അന്നേരം ഇവിടെ ഒരു സെറാമിക് ഡിസ്ക് ആണ്. ആ ഡിസ്കിൻ്റെ രണ്ട് സൈഡിലും ആ ഡിസ്കിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ കോപ്പറോ സിൽവറോ വെച്ചായിരിക്കും കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ കോട്ടിംഗ് ആണ് അതിൻ്റെ രണ്ട് പ്ലേറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മാനുഫാക്ചർ സമയത്ത് ടിൻഡ് വയർ ലീഡ്സ് അതും കൂടെ ഈ പ്ലേറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഈ എൻ്റയർ യൂണിറ്റിനെ പ്ലാസ്റ്റിക് വെച്ച് കോട്ട് ചെയ്യുകയും എന്നിട്ട് അതിനകത്ത് കപ്പാസിറ്റൻസ് വാല്യൂ മാർക്ക് ചെയ്യുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു സാധാരണ സെറാമിക് കപ്പാസിറ്റർ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു രീതി. ഇനി ഈ സെറാമിക് കപ്പാസിറ്ററിൻ്റെ ഫിഗറാണ് നിങ്ങളതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് വാല്യൂ റേഞ്ചസ് ഫ്രം ഫ്യൂ പൈക്കോ ഫാരഡ് ടു ഫ്യൂ നാനോ ഫാരഡ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ പൈക്കോ ഫാരഡ് തൊട്ട് നാനോ ഫാരഡ് വരെ നമുക്ക് വേരിയബിളായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഇത് വളരെ ചീപ്പാണ്, വെരി ഇൻഎക്സ്പെൻസീബിളാണ്. പിന്നെ ലൈറ്റ് ഇൻ വെയ്റ്റ്, ആ സൈസ് കണ്ടാൽ തന്നെ അറിയാം, നിങ്ങൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ദേ ഓഫർ ഇൻക്രീസ്ഡ് റിലയബിലിറ്റി ഇൻ ഓപ്പറേഷൻ. നമുക്ക് ഓപ്പറേഷനിലെല്ലാം നല്ല റിലയബിളാണ് എന്താണ് ഈ ഒരു സെറാമിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വെരി ഹൈ വോൾട്ടേജ് സെറാമിക് കപ്പാസിറ്റേഴ്സ് ആർ നോട്ട് അവൈലബിൾ. ഹൈ വോൾട്ടേജിലുള്ള സെറാമിക് കപ്പാസിറ്റേഴ്സ്, വെരി ഹൈ വോൾട്ടേജിലുള്ള സെറാമിക് കപ്പാസിറ്റർ അവൈലബിൾ അല്ല. പിന്നെ ഹൈ കപ്പാസിറ്റൻസ് വാല്യൂസ് ആർ നോട്ട് അവൈലബിൾ. ഇതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് പൈക്കോ ഫാരഡ്, നാനോ ഫാരഡ് ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹൈ കപ്പാസിറ്റൻസ് വാല്യൂസ് എന്ന് പറയുന്നത് അവൈലബിൾ അല്ല. പിന്നെ ഹൈ വോൾട്ടേജ് സെറാമിക് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നതും അവൈലബിൾ അല്ല. ഇനി അതേപോലെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് യൂസ്ഡ് ഇൻ ഹൈബ്രിഡ് ഐസീസ്. ഹൈബ്രിഡ് ഐസീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി യൂസ്ഡ് ആസ് എ ബൈപ്പാസ് കപ്പാസിറ്റർ ആൻഡ് ആസ് എ കപ്ലിംഗ് കപ്പാസിറ്റർ ഇൻ ലോ വോൾട്ടേജ് സർക്യൂട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈ വോൾട്ടേജ് സർക്യൂട്ടിൽ നമ്മളിത് യൂസ് ചെയ്യാറില്ലെന്ന് പറഞ്ഞു. ലോ വോൾട്ടേജ് സർക്യൂട്ടിൽ ബൈപ്പാസ് കപ്പാസിറ്ററായിട്ടും കപ്ലിംഗ് കപ്പാസിറ്ററായിട്ടും എല്ലാം നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഈ സെറാമിക് കപ്പാസിറ്റേഴ്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അന്നേരം ഇതാണ് സെറാമിക് കപ്പാസിറ്റർ. ഇനി അടുത്തത് നമുക്ക് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നോക്കാം. ഫിഗറിൽ കാണുന്നുണ്ട്, അതാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. അന്നേരം കൺസിസ്റ്റ് ഓഫ് ആൻ അലൂമിനിയം ഫോയിൽ ഇലക്ട്രോഡ് വിച്ച് ഹാസ് ആൻ അലൂമിനിയം ഓക്സൈഡ് ഫിലിം കവേർഡ് ഓൺ വൺ സൈഡ്. അന്നേരം കവറിങ് ഓൺ വൺ സൈഡ്. അന്നേരം ഇതിനകത്ത് ഒരു അലൂമിനിയം ഫോയിൽ ഇലക്ട്രോഡാണ്, അതേപോലെ ഒരു അലൂമിനിയം ഓക്സൈഡ് ഫിലിം അതിൻ്റെ ഒരു സൈഡിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അലൂമിനിയം പ്ലേറ്റ് സർവാസ്, ഇതിനകത്ത് അലൂമിനിയം പ്ലേറ്റാണ് എന്താണ് പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് സെർവ് ചെയ്യുന്നത്. ആൻഡ് ദ ഓക്സൈഡ് ആസ് ഡൈഇലക്ട്രിക്. അലൂമിനിയം പ്ലേറ്റ് പോസിറ്റീവായിട്ട് സെർവ് ചെയ്യും, ഓക്സൈഡ് എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് ആയിട്ട് സെർവ് ചെയ്യും. ദ ഓക്സൈഡ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് പേപ്പർ or goes saturated with an electrolyte. The electrolyte forms the second plate of the capacitor. അന്നേരം ഈ ഇലക്ട്രോലൈറ്റ് ആണ് നമ്മുടെ എന്തിൻ്റെ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ സെക്കൻഡ് പ്ലേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്.
Another layer of aluminum without the oxide coating is also provided for making electrical contact between one of the terminals and the electrolyte. അന്നേരം വേറെ ഒരു ലെയർ അലൂമിനിയത്തിൻ്റെ എന്താണ് ഓക്സൈഡ് കോട്ടിംഗ് ഇല്ലാതെ വേറൊരു ലെയർ എന്താ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് ഒരു ടെർമിനലും അതേപോലെ ഇലക്ട്രോലൈറ്റുമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മിക്കവാറുമുള്ള കേസസിലെല്ലാം നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് കണ്ടെയ്നറുമായിട്ട്. കപ്പാസിറ്ററിൻ്റെ കണ്ടെയ്നറുമായിട്ട് നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് മിക്കവാറുമുള്ള കേസസിലെല്ലാം ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ കണ്ടെയ്നറാണ് ഈ വെളിയിൽ നിന്നുള്ള എക്സ്റ്റേണൽ കണക്ഷനെല്ലാമുള്ള നെഗറ്റീവ് ടെർമിനലായിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ അലൂമിനിയം ഓക്സൈഡ് ലെയർ എന്ന് പറയുന്നത് വളരെ തിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്ററിന് എന്താ ലാർജ് കപ്പാസിറ്റൻസ് ഇൻ സ്മാൾ വോളിയം ആയിരിക്കും ഈ കപ്പാസിറ്റർ. അന്നേരം അലൂമിനിയം ഓക്സൈഡ് ലെയർ തിന്നായതുകൊണ്ട് ഈ കപ്പാസിറ്റർ എന്താണ് ചെറിയ വോളിയത്തിൽ എന്താണ് ലാർജ് കപ്പാസിറ്റൻസ് പ്രൊവൈഡ് ചെയ്യും. ഇനി അതേപോലെ അടുത്ത ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് വെരി ഹൈ കപ്പാസിറ്റി ഇൻ സ്മാൾ വോളിയം. അതാണ് നമ്മളിപ്പം പറഞ്ഞത്, വളരെ കുറച്ച് വോളിയത്തിൽ എന്താണ് വെരി ഹൈ കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യും. രണ്ടാമത്തത് ലോവർ കോസ്റ്റ് പെർ മൈക്രോഫാരഡ്. അന്നേരം ഓരോ മൈക്രോഫാരഡ് ഉണ്ടാക്കുന്നതിനും ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ലാർജ് എമൗണ്ട് ഓഫ് ലീക്കേജ് റെസിസ്റ്റൻസ്. ഇതിൻ്റെ കേസിൽ ലീക്കേജ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ ഈ കപ്പാസിറ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കപ്പാസിറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുമൂലം വോൾട്ടേജ് ഡ്രോപ്പും കാര്യങ്ങളുമെല്ലാം ഉണ്ടാവും. പിന്നെ ഈ കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നത് DC പൊട്ടൻഷ്യലിൽ മാത്രമേ ഉള്ളൂ. കാരണം ഈ കപ്പാസിറ്ററിന് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനാണ് പൊളാരിറ്റി ഉള്ള ഒരേ ഒരു കപ്പാസിറ്റർ. അതുകൊണ്ട് ഇത് DC പൊട്ടൻഷ്യലിൽ മാത്രമേ ഈ കപ്പാസിറ്റർ വർക്ക് ചെയ്യൂ. ഇനി ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ബൈപ്പാസ് കപ്പാസിറ്റർ ഇൻ ആംപ്ലിഫയേഴ്സ്. അന്നേരം നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഒക്കെ യൂസ് ചെയ്തപ്പോൾ അതിനകത്തുള്ള ആ എന്ന് വെച്ചാൽ ആ ബൈപ്പാസ് കപ്പാസിറ്ററായിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ യൂസ് ചെയ്യാം. അതേപോലെ ഫോർ ഇൻ്റർസ്റ്റേജ് കപ്ലിംഗ് കപ്പാസിറ്റർ, നമ്മൾ അതിനകത്ത് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ആംപ്ലിഫയർ സ്റ്റേജിൽ. അന്നേരം ആംപ്ലിഫയർ സ്റ്റേജിലെ കപ്ലിംഗ് കപ്പാസിറ്ററായിട്ട് നമുക്ക് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ യൂസ് ചെയ്യാം. ഇനി എന്താണ് സ്മൂത്തനിങ് കപ്പാസിറ്റർ ഇൻ DC പവർ സപ്ലൈ. DC പവർ സപ്ലൈയിൽ കപ്പാസിറ്റർ ഫിൽറ്ററൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്നേരം അവിടെയും നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും, ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ടൈപ്പ് കപ്പാസിറ്ററാണ് ടാൻറ്റാലം കപ്പാസിറ്റർ. ഇത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് തന്നെയാണ്, വേറൊരു ഫോമാണ്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ അകത്ത് തന്നെ വേറൊരു ഫോമാണ്. നമ്മൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഇപ്പം യൂസ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. ഇതിനകത്ത് നമുക്ക് എന്താണ് ഇലക്ട്രോലൈറ്റിക് മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അലൂമിനിയത്തിന് പകരം നമ്മൾ എടുക്കുന്നത് എന്താണ് ടാൻറ്റാലമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ടൈറ്റാനിയം നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രോലൈറ്റിക് അലൂമിനിയത്തിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലാർജർ കപ്പാസിറ്റൻസ് ഇൻ സ്മാളർ സൈസ്, എന്ന് വെച്ചാൽ വളരെ കുറച്ച് സൈസിൽ കൂടുതൽ കപ്പാസിറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ലോങ്ങർ ഷെൽഫ് ലൈഫ്, ലെസ് ലീക്കേജ് കറണ്ട്. ഇത് ഇത്രയുമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പം നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അലൂമിനിയം ടൈപ്പിനെക്കാട്ടിയും കൂടുതലായിരിക്കും. അന്നേരം ഫിക്സഡ് കപ്പാസിറ്റേഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ആണ്. വേരിയബിൾ കപ്പാസിറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റേഴ്സിനെയാണ് നമ്മൾ വേരിയബിൾ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് യൂസ് ചെയ്യുന്ന നമ്മൾ സാധാരണയായിട്ട് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ വേരിയബിൾ കപ്പാസിറ്ററാണ് എയർ ഗ്യാങ് കപ്പാസിറ്റർ. എയർ ഗ്യാങ് കപ്പാസിറ്ററാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഈ എയർ ഗ്യാങ് കപ്പാസിറ്ററിലെ ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറയുന്നത് എയർ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എയർ ഗ്യാങ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്.
ഇനി ചില ആപ്ലിക്കേഷനിൽ ഈ കപ്പാസിറ്ററിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് വേണ്ട, എന്ന് വെച്ചാൽ എപ്പോഴും ആ കപ്പാസിറ്റർ വേരി ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടൈപ്പ് കപ്പാസിറ്ററാണ് ട്രിമ്മർ കപ്പാസിറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള നോർമൽ ഓപ്പറേഷൻ എല്ലാം ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ തന്നെ നടക്കുകയാണെങ്കിൽ നമുക്കത് ആവശ്യമില്ലാതെ ആ കപ്പാസിറ്റർ വാല്യൂ വേരി ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്ററാണ്, വേരിയബിൾ കപ്പാസിറ്ററാണ് ട്രിമ്മർ കപ്പാസിറ്റർ. അതേപോലെ ഇതിനകത്ത് ഈ ട്രിമ്മർ കപ്പാസിറ്ററിനകത്ത് ഡൈഇലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് മൈക്കയും സെറാമിക്കും നമുക്ക് ഈ ട്രിമ്മർ കപ്പാസിറ്ററിൽ നമുക്ക് ഡൈഇലക്ട്രിക് മെറ്റീരിയലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. താങ്ക് യു.